പാർട്ട് മൊഡ്യൂളിൽ വരുന്ന കുട്ടികളപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ശരി എന്നാൽ ഫുൾ മൊഡ്യൂളായിട്ട് പ്രോസസ്സ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഈവൻ അവർക്ക് ലാംഗ്വേജ് സ്കില്ലുണ്ട്, ലാംഗ്വേജ് അസസ്മെൻറ്റ് ക്ലിയർ ആയാലും ഫുൾ മൊഡ്യൂളായിട്ട് പ്രോസസ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും ചെറിയൊരു ഫീസ് ഡിഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് നഷ്ടപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അത് തെറ്റായൊരു ചിന്ത കൊണ്ടുണ്ടാകുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഓരോ ഇൻടേക്കിൽ കഴിയും തോറും ഇൻ്റർവ്യൂവിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രോസസ്സ് കൂടുതൽ ടഫായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇൻടേക്കിൽ ഈസിയായിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരാൾക്ക് അടുത്ത ഇൻടേക്കിൽ അത്ര ഈസിയായി കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൂടാതെ വിദ്യാർത്ഥിയുടെ ലാംഗ്വേജ് സ്കില്ല് താഴേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം പലപ്പോഴും വിദ്യാർത്ഥികൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഫുൾ മൊഡ്യൂൾ ആയാലുള്ള ചെറിയ പൈസയുടെ ലാഭമാണ് അവർ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് ജർമ്മനിയിൽ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 6 മാസത്തെ അവരുടെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് തന്നെ 9 ലക്ഷം രൂപ അവർക്ക് സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. പഠനം കഴിഞ്ഞ് 6 മാസം മുമ്പേ ജോലിയിൽ പ്രവേശിക്കുന്നത് മൂലം അവർക്ക് 30 ലക്ഷം രൂപയും സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചെറിയൊരു പൈസ ഇപ്പോൾ ലാഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്.